നല്ലപോലെ വിനായകൻ ആ പടം എങ്ങനെ മമ്മൂക്ക എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂക്ക ഒന്നും പറയണ്ട, മമ്മൂക്ക ഇല്ല പിന്നെ ഈ വിനായകൻ ഇല്ലല്ലോ. പക്ഷെ എന്നാലും ലാസ്റ്റ് നമുക്ക് വിനായകനെ ആയെങ്കിലും ഓർത്ത് മമ്മൂട്ടി അത്രയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇത്രയും പ്രായമായി. സിനിമ സൂപ്പർ, നല്ലൊരു ചേഞ്ചുള്ള പടം. എന്താണ് ഇഷ്ടപ്പെട്ടത്? എന്താണ് ഇഷ്ടപ്പെട്ടു? സൂപ്പറായിട്ട്, നെഗറ്റീവ് നന്നായിട്ടുണ്ട്. സ്ത്രീകൾക്കൊക്കെ വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ അയ്യോ അങ്ങനെയില്ല, എനിക്കിഷ്ടപ്പെടും. കണ്ടിരിക്കാനുള്ള കൊള്ളാം, നല്ല സിനിമയാണ്. ഫാമിലിയായിട്ടൊക്കെ പിന്നെ ഫാമിലിയായിട്ട് കാണാം, ഒരു വൃത്തികേടും ഇല്ല. എല്ലാം ഇതായിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒത്തിരി കൊള്ളായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ പെർഫോമൻസ്? മമ്മൂക്കയുടെ വിനായകൻ്റെ വിനായകനെയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. വേറെ എന്താണ് എടുത്തു പറയാൻ പടത്തിലായിട്ട് തോന്നിയ കാര്യം? പടത്തിൽ എടുത്തു പറയാനായിട്ട് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് തോന്നി. സൂപ്പർ സിനിമയായിരുന്നു. കളങ്കാവൽ എല്ലാവരും പോയി കാണണം, അടിപൊളി സിനിമയാണ്. എങ്ങനെയുണ്ട് മമ്മൂട്ടി? എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂട്ടിയാണ് ഇല്ല പൊളി. മമ്മൂട്ടി എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊക്കെ ഈ ട്വിസ്റ്റും പ്ലോട്ടും ഒക്കെ പൊളിയായിരുന്നു. കൊള്ളാം കൊള്ളാം. മമ്മൂക്ക എങ്ങനെയുണ്ട്? ഓ മമ്മൂക്കായും കൊള്ളാം. വിനായകനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിനായകനെ. അഭിനയം മമ്മൂക്കായും കൊള്ളാം. മമ്മൂക്കയുടെ വേഷം കൊണ്ട് എന്തെങ്കിലും വെറുപ്പെന്തെങ്കിലും തോന്നി? വെറുപ്പല്ല, അത് പഠിക്കാനുള്ള ഒരു കാര്യമല്ലേ അത്. അതൊരു വലിയ കാര്യം തന്നെ അത്. പലർക്കും വന്നിട്ട് മമ്മൂക്ക അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല, എന്തോ പോലെ. മമ്മൂക്ക അല്ല, അത് ജനം മനസ്സിലാക്കേണ്ട, ആണായാലും പെണ്ണായാലും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു പടമാണ് മമ്മൂക്ക തന്നിരിക്കുന്നത്. നല്ലൊരു മെസ്സേജാണ്. കണ്ണ് നിറയ്ക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? കണ്ണ് നിറയ്ക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനല്ല. ഇത് കണ്ണ് നിറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ജീവിതം മനുഷ്യൻ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളൊരു എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു പടം. അത് തന്നെ നല്ല സിനിമയാണ്, വളരെ ക്ലാസ് സിനിമയാണ്. ആക്ച്വലി ഇതൊരു സ്ലോ ബേണിംഗ് മൂവിയാണ്. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള സ്ലോ ആണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം ഈ സബ്ജക്റ്റ് പോകേണ്ടത്. നല്ല സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ മെത്തേഡ് ആക്ടിങ് മമ്മൂട്ടി ഇപ്പോൾ ഇന്ത്യയിൽ എണ്ണം പറഞ്ഞ നടന്മാരിൽ മെത്തേഡ് ആക്ടിങ് ഒരാളാണെന്ന് മമ്മൂട്ടി നടൻ വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ശരിക്കും സമ്മതിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഇൻ്റർവെൽ ബ്ലോക്ക്, ഒരു സ്ട്രോങ് ഇൻ്റർവെൽ ബ്ലോക്ക്. അതിനുശേഷം സിനിമ മമ്മൂട്ടി ഒരു സിഗരറ്റ് വലിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് സിഗരറ്റ് എരിഞ്ഞു തീരുന്ന പോലെ സ്ലോ ആയിട്ട് പോയിട്ട് പിന്നെ ഒരു അപ്സൈഡിലോട്ട് പോകുന്നുണ്ട്. വളരെ നല്ലൊരു ക്ലൈമാക്സിൽ കൊണ്ട് തന്നെയാണ് ലാൻഡ് ചെയ്യപ്പെടുന്നത്. മുജീബ് മജീദിൻ്റെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് എടുത്ത് പറയേണ്ടതാണ്, വളരെ എടുത്ത് പറയുന്നത്. മുജീബ് മജീദ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ അടുത്തൊരു മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ജേക്സ് വിജയ് വേഴ്സസ് മുജീബ് മജീദ് ആയിരിക്കും ഇനി ഉള്ളൊരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. മ്യൂസിക് എന്ന് പറയുന്നത് വളരെ റെട്രോ മോഡലുള്ള മ്യൂസിക്. എല്ലാ സോങ്സും അത് പ്ലേസ്മെൻറ്റ്, ആ മ്യൂസിക്കിൻ്റെ സോങ്സിൻ്റെ പ്ലേസ്മെൻറ്റ് എല്ലാം ടോട്ടലി അതൊരു നല്ല ഇതാണ്. സിനിമ എന്തുകൊണ്ടും വളരെ മികച്ച സിനിമയാണ്. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് തീർച്ചയായിട്ടും. മമ്മൂട്ടി നടൻ വീണ്ടും ഇതുപോലുള്ള സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫൈനൽ ലാപ്പാണ്, കരിയറിലൊരു ഫൈനൽ ലാപ്പാണ്. ആ ഫൈനൽ ലാപ്പ് വളരെ മനോഹരമായിട്ട് അദ്ദേഹം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള സിനിമകൾ ഇനിയും അദ്ദേഹം ചൂസ് ചെയ്യട്ടെ. ഓക്കെ. പെർഫോമൻസ് മെയിൻലി മമ്മൂട്ടിയുടെ ഒരു പെർഫോമൻസാണ്. മമ്മൂട്ടി ഇതിൽ അഴിഞ്ഞാടിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ ഇതാണ്, ഒബ്സർവേഷൻ ആയാലും മമ്മൂട്ടി ഒരു മാനറിസംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. പിന്നെ വിനായകനും മമ്മൂട്ടിയും ഒരേ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. 1v1 ഫൈറ്റ് പോലെയാണ് ഇത്. എന്താ പറയുക, മമ്മൂട്ടിയുടെ ഒരു ഗംഭീര ഒരു അഭിനയ പ്രകടനം തന്നെയാണ്. കാരണം നമ്മൾ തിയേറ്ററിൽ തന്നെ കാണണം. കാരണം ഇദ്ദേഹം ഒരു വിസ്മയമാണ് മലയാള സിനിമയിലെ, ലോക സിനിമയിൽ. കാരണം പുള്ളിയുടെ ഓരോ കഥാപാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഇപ്പോൾ പ്രമേയത്തിലെ മമ്മൂട്ടി ഇതിനകത്ത് കാണാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രകടനം, അഭിനയ പ്രകടനം. പുള്ളിയുടെയും വിനായകൻ്റെയും അഭിനയ മികവ് കൊണ്ട് മാത്രം ഗംഭീരമായ ഒരു സിനിമയാണ്. പിന്നെ അതിൻ്റെ ഓവറോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ചേർത്തിട്ടേ നമ്മൾ എന്താ പറയുക, ഗ്രിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു മേക്കിങ്ങാണ്. അത് ഡയറക്ടറിൻ്റെ കൂടെ കഴിവാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇതിന് മമ്മൂട്ടിയുടെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തെങ്കിൽ പോലും ഇത് തിയേറ്ററിൽ വന്ന് കാണേണ്ടതാണ്. ഇത് തിയേറ്ററിൽ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നമ്മളങ്ങ് കൊളുത്തി പിടിക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ പ്രേക്ഷകൻ്റെ കഴുത്തിൽ കൊളുത്തി പിടിക്കും പോലത്തെ രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു മേക്കിങ്ങാണ് ഈ സിനിമ. ഗംഭീരമാണ്. ആക്ച്വലി പടം ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കൊരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം റഷ് ചെയ്ത പോലെയാണ് തോന്നി. ലൈക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത പോലെ തോന്നി. ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് സെക്കൻഡ് ഹാഫ് ഒത്തിരി റഷ്ഡായിട്ട് ഫിനിഷ് ചെയ്ത പോലെ തോന്നി. അപ്പോൾ ആ ഒരു കുറവ് മാത്രമേ എനിക്ക് പേഴ്സണലി പടത്തിനോടുള്ളൂ. ഓവറോൾ മൂവി ആക്ച്വലി കൊള്ളാം, മോശം നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ആക്ടേഴ്സ് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിനായകനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക ഈ പറയുന്ന പോലെ ഓരോ സിനിമയിലും പുതിയ വേഷങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരു
രീതിയിലാണ് വരുന്നത്. അപ്പം ഇദ്ദേഹം ഈ സിനിമയിൽ നമുക്കൊരു നെഗറ്റീവ് ഷെയ്ഡ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ വീണ്ടും സിനിമകൾ മമ്മൂക്ക ചെയ്യുന്നത് തന്നെയാണ് ആഗ്രഹം. പിന്നെ വിനായകനും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു സീരിയസ്നെസ്, ആ ഒരു ക്യാരക്ടറിൻ്റെ സീരിയസ്നെസ്സും ആ ക്യാരക്ടർ ചിന്തിക്കുന്ന രീതിയും അതിലൂടെ പോകുന്നത് നമുക്കതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. ഓവറോൾ ആക്ച്വലി ആക്ടിങ് എല്ലാം നല്ലതാണ്, എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ നൈസാണ്. പ്രത്യേകിച്ച് ഡയറക്ഷനും കൊള്ളാം. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ജിതിൻ കെ ജോസാണ് പുതിയ ഡയറക്ടർ. സോ ഡെബ്യൂ ഡയറക്ടറാണ്, ഡെബ്യൂ വർക്കാണെന്ന് തോന്നുന്നു. അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ലൊക്കേഷൻ ഒക്കെ എടുക്കുന്നതാണെങ്കിലും ഓരോ ഈ സീൻസ് ഡയറക്റ്റ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ആ ഒരു തരത്തിലൊരു ഡെബ്യൂട്ടൻ്റാണ് ചെയ്യുന്നതെന്നൊരു തോന്നൽ പടത്തിന് വരത്തില്ല. ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് മമ്മൂട്ടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ഇന്റർവെല്ലോട്ട് നല്ലായിരുന്നു. എങ്ങനെയുണ്ട് മമ്മൂക്ക എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂക്ക വിനായകനൊക്കെ നല്ലായിരുന്നു. നല്ല പടം കൊള്ളാം. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് രണ്ടുപേരും കൊള്ളാം, മമ്മൂട്ടിയും വിനായകനും കൊള്ളാം. വേറെ നാളെ എടുത്ത് പറയാൻ നായകൻ വില്ലനായിട്ടും വില്ലൻ നായകനായിട്ടും വന്നിരിക്കുന്നതാണ്. അത് കൊള്ളാം, കോമ്പിനേഷൻ കൊള്ളാം. എന്താണ് എടുത്ത് പറയാൻ പടത്തിൽ? രണ്ടുപേരും നല്ലപോലെ ചെയ്തു. വിനായകനാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും സൂപ്പറായിട്ട് ചെയ്തു. സസ്പെൻസ് ആണ് മൊത്തം.